1883 മെയ് മാസത്തിൽ കൊച്ചുത്രേസ്യ രോഗഗ്രസ്തയായി. മരണം അടുത്തെത്തിയെന്ന് എല്ലാവർക്കും തോന്നി. മെയ് 13 കൊച്ചുത്രേസ്യ അതിശക്തമായ ഒരു പരീക്ഷണത്തിൽ കൂടി കടന്നുപോവുകയും രോഗം പെട്ടെന്ന് ഗൗരവതരമായി തീരുകയും ചെയ്തു. താൻ മരണത്തോടടുത്തെന്ന് എല്ലാവർക്കും തോന്നി. അവളുടെ ചേച്ചിമാർ കട്ടിലിനരികിൽ മുട്ടുകുത്തി അവിടെ സ്ഥാപിച്ചിരുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തെ നോക്കി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ആ സമയത്ത് പരിശുദ്ധ കന്യാമറിയം പുഞ്ചിരി തൂകി വിശുദ്ധ കൊച്ചുത്രേസ്യയെ അത്ഭുതകരമായ രോഗത്തിൽ നിന്നും സുഖപ്പെടുത്തി. ആ നിമിഷത്തിൽ അവൾക്കുണ്ടായ മാറ്റത്തെപ്പറ്റിയും രോഗത്തിൽ നിന്നും മോചിതയായി സുഖപ്രാപ്തി ലഭിച്ചതിനെ സംബന്ധിച്ചും കൊച്ചുത്രേസ്യ ആത്മകഥയിൽ വിവരിക്കുന്നു. പാവം കൊച്ചുത്രേസ്യയും ഭൂമിയിൽ ഏറെ ആലംബമൊന്നുമില്ലെന്ന് കണ്ട് സ്വർഗത്തിലെ അമ്മയുടെ നേർക്ക് തിരിഞ്ഞ് എങ്ങനെയെങ്കിലും കനിയണമേ എന്നപേക്ഷിച്ചു. പരിശുദ്ധ കന്യക പെട്ടെന്ന് അത്യന്തം സൗന്ദര്യവതിയായി കാണപ്പെട്ടു. അത്ര മനോഹരമായ ഒരു സൗന്ദര്യം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. മുഖത്ത് സ്ഫുരിച്ചിരുന്ന ആർദ്രതയും വാത്സല്യവും അവർണ്ണനീയമായിരുന്നു. അതിനാൽ കന്യകയുടെ കരൾ കവരുന്ന പുഞ്ചിരി എൻ്റെ ആത്മാവിനെ അഗാധത്തിലേക്ക് ചൂഴ്ന്നിറങ്ങി. അതോടൊപ്പം തന്നെ വേദനകൾ നിശേഷം നീങ്ങി. കർമ്മലമഠത്തിൽ പോയി ചേച്ചിമാരോടും മറ്റ് സിസ്റ്റേഴ്സിനോടും എപ്രകാരമാണ് മാതാവ് തനിക്ക് അത്ഭുതകരമായി തൻ്റെ ദിവ്യ വെളിച്ചം കാണിച്ചു തരികയും തന്നെ സുഖപ്പെടുത്തുകയും ചെയ്തുവെന്ന് വിശദീകരിച്ചപ്പോൾ കൊച്ചുത്രേസ്യയ്ക്ക് ഒരു കാര്യം മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ: പരിശുദ്ധ കന്യക അതീവ സുന്ദരിയാണെന്ന് എനിക്ക് ബോധ്യമായി. മാതാവ് എന്നെ നോക്കി പുഞ്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അവൾ പറയുന്നു, പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിലേക്ക് എപ്പോൾ നോക്കിയാലും ഹൃദയ സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുമായിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.